നമ്മുടെ വളാഞ്ചേരി സൈഡില് ഷീറ്റ് അടിക്കാനുള്ളതിന് സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട് കേട്ടാ. ടൈ അടിച്ചിട്ട് 3 1.5 വെച്ചിട്ട് ഒരു 30 അടി 28 അടി നീളവും 18 അടി ഷീറ്റും വെച്ചിട്ട്. അപ്പൊ ഇതിലേക്കുള്ള പാത്തി നമുക്ക് വന്നിട്ടുള്ളതേ ഈ ഒരു ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത്. കമ്പനി ഏതാ? കമ്പനി ഒന്നും ഇതിൽ കാണാനില്ല. ഇതിലേക്ക് പാത്തി കാണാത്ത ക്ലാമ്പ് കാണാത്ത രീതിക്കാണ് ഇതിൽ പാത്തി ക്ലാമ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ 2 പീസ് വരുന്നുണ്ട്. ഈ ഒരു പീസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു പാത്തിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ അതിന്റെ ക്ലാമ്പുകളിൽ വർക്ക് ചെയ്യലുണ്ട്. ഈ ഒരു പാത്തി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. നമ്മളിത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ കണ്ടപ്പോൾ എന്നെ പോലെ അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കേട്ടോ. ഈ ഒരു ഇത് കണ്ട ഇങ്ങനൊരു ഇതിലേക്ക് ഇങ്ങനെ കയറ്റും. ഇവിടെ ഇതിലല്ല, ഇവിടേക്കാണ് കണ്ടോ. ഇതിൽ കയറ്റിയിട്ട് ഇതിൽ നെട്ടും ബോൾട്ടും ഇടും. അതാണ് അതിന്റെ ക്ലാമ്പ് വരുന്നത്. അതൊരു അലുമിനിയം പീസ് ആണ് തോന്നുന്നുണ്ട്. അതിൽ SS-ന്റെ നെട്ടും ബോൾട്ടും മേടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടോ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ അത് മീതെ പിടിപ്പിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് ക്ലാമ്പ് ഉണ്ടാവില്ല. മീതിന്ന് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇത് പാത്തി ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണും. ഇതുണ്ടാവില്ല ക്ലാമ്പ്, പാത്തി ക്ലാമ്പ് പുറത്തേക്ക് ഇങ്ങനെ കാണില്ല. ഇത് ഷീറ്റിന്റെ അടിയിൽ ഇത് കയറിപ്പോവും ചെയ്യും കേട്ടോ. അത് സിമ്പിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഉണ്ടായിരിക്കും. നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ നമുക്ക് അതിന്റെ ടെക്നിക്കുകളും കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ക്ലാമ്പുകൾ കറക്റ്റ് ആയി സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാണ്ട് നമ്മൾ ഈ ക്ലാമ്പിന് പിടിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലെങ്കിൽ നെറ്റ് കയറ്റായിരുന്നു. ഇതിനെ മാത്രം പിടിപ്പിച്ചിട്ട് ഈ ക്ലാമ്പ് പിടിപ്പിച്ചിട്ട് ഇതിൽ നെട്ടും ബോൾട്ടും ഇങ്ങനെ പിടിപ്പിക്കായിരുന്നു. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച ബോൾട്ട് ഉണ്ടല്ലോ SS-ന്റെ, അത് ഇതിൽ കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ അത് ഇടുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. സ്പാനറൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ലൂസ് ആവുന്നുള്ളത്. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ ഇതിനിപ്പോ അവിടെ സെറ്റ് ചെയ്യണം, ഷീറ്റ് അടിക്കണം, സ്ലൈഡിംഗ് ഡോർ ചെയ്യാണ്ട്. അപ്പൊ എല്ലാത്തിനും വിഷ്വല് വരുന്നതായിരിക്കും. ഓക്കെ.